അസ്സലാമു അലൈക്കും. ഷഹീറിൻ്റെ സ്കൂട്ടർ വീടിന് മുമ്പിൽ ചെന്ന് നിർത്തുമ്പോൾ ലൈലുമ്മ ഉമ്മറത്തിരുന്ന് വാളൻപുളിയുടെ കുരു കളയുന്നുണ്ട്. ഷഹീറിൻ്റെ കൂടെ വന്നിറങ്ങുന്ന സുറുമിയെയും മോളെയും കണ്ടതും ലൈലയുടെ നെറ്റി ചുളിഞ്ഞു. ഇന്നലെ വിളിച്ചപ്പോൾ പോലും സുറുമി വരുന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. 2-3 മാസം കഴിയുമ്പോൾ ഒന്ന് മുഖം കാണിച്ച് വരുന്ന മകളോട് ലൈലും വരുന്നതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഇന്നലെ രാത്രി സുറുമിയെ സ്വപ്നം കണ്ടെന്നും ഇനിയിപ്പോൾ അവളെയൊന്ന് ചെന്ന് കാണാതെ സമാധാനം കിട്ടില്ലെന്നും പറഞ്ഞ് പോയതാണ് ഷഹീർ. ഇതിപ്പോൾ എന്താണാവോ പെട്ടെന്നൊരു വരവ്. ലൈല കത്തിയും പുറവും താഴെ വെച്ചു. ഉമ്മുമ്മ, ചിപ്പൂത്തനിവിടെ? ഹാലമോൾ ഓടി വന്നു. അപ്പോഴും ലൈലുമ്മയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. എന്താ സുറുമി, നീ പെട്ടെന്നിങ്ങ് പോന്നത്? ലൈല സന്ദേഹത്തോടെ തിരക്കി. സുറുമി എന്ത് പറയണമെന്നറിയാതെ പരിഭ്രമിച്ചു. അത് ശരി, അവളെ വീട്ടിലേക്ക് വരണമെങ്കിൽ ആദ്യം ഉമ്മയെ വിളിച്ച് സമ്മതം വാങ്ങിക്കണോ? ഷഹീർ തമാശ രൂപേണ ചോദിച്ചു. എൻ്റെ പൊന്നുമ്മച്ചി, അവിടെ ചെന്ന് എൻ്റെ പെങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു മോഹം ഇങ്ങോട്ട് കൊണ്ടുപോരാൻ. അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോയിക്കോട്ടെ, ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ളവർ സമ്മതിച്ചു. അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ എൻ്റെ പുന്നാരുമ്മ ചിന്തിച്ച് കാടൊന്നും കയറണ്ട. അവളെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക് എന്നും പറഞ്ഞ് ഷഹീർ അകത്തേക്ക് കയറിയതും സുറുമി ബാഗും ഒതുക്കി പിടിച്ച് ഉമ്മാക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് നടന്നു. അവരെ നോക്കി നിന്ന ലൈലയുടെ ഉള്ളിൽ ഒരു കരട് ബാക്കി കിടന്നു. സുറുമിത്താ, നിങ്ങൾ സർപ്രൈസ് ആക്കിയല്ലോ. സുറുമിയെ കണ്ടതും തുമ്പി അടുക്കളയിൽ നിന്ന് പാഞ്ഞു വന്നവളെ പുണർന്നു. നേർത്തൊരു ചിരിയോടെ കല്ലവും അങ്ങോട്ട് വന്നു. ചിപ്പൂട്ടൻ്റെ സന്തോഷം പിന്നെ പറയണ്ടല്ലോ. ഹാലമോളെ കണ്ടപ്പോൾ തുള്ളിച്ചാടുകയാണ് ചെറുക്കൻ. വരുന്ന കാര്യം വിളിച്ചപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ? മാഹിക്കയുമായി തെറ്റിപ്പിരിഞ്ഞോ? അതോ നിൻ്റെ അമ്മായിത്തള്ളക്ക് എന്തെങ്കിലും നല്ല ബുദ്ധിമതിയും സംഭവിച്ചോ? അല്ലെങ്കിൽ പെട്ടെന്നൊന്നും നിനക്ക് പരോൾ അനുവദിക്കാറില്ലല്ലോ ആ സ്ത്രീ. തുമ്പി അതിശയത്തോടെ പറഞ്ഞു. അവൾ ചോദിച്ചത് കേട്ട് ഉൾക്കിടലുമുണ്ടായെങ്കിലും പുറമേ കാണിക്കാതെ നിന്നു സുറുമി. ദേ തുമ്പി, നിൻ്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കല്ലു അവളെ നോക്കി കണ്ണുരുട്ടി. സുറുമി അവളെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ. പിന്നെ വിശേഷം തിരക്കിലായി. സുറുമി മുക്കിയും മൂടയും അവർ ചോദിക്കുന്നതിനുള്ള മറുപടി പറഞ്ഞു. വയറ് വലുതായി തുടങ്ങിയല്ലോ. കുഞ്ഞിൻ്റെ അനക്കം അറിഞ്ഞു തുടങ്ങിയോ കല്ലുത്ത? കല്ലുവിൻ്റെ ചെറുതായി വീർത്തുന്തിയ വയറിൽ കൈവച്ചുകൊണ്ട് ചോദിച്ച് ആ സംസാരത്തെ വഴി തിരിച്ചു വിട്ടു സുറുമി. അതിനൊന്നും ആയിട്ടില്ല മോളെ, ഇത് തിന്നിട്ടുള്ള വയറാ. മാസം തെറ്റിയത് മുതൽ നിൻ്റെ ഇക്കാക്ക കല്ല് തിന്ന് എന്ന് പറഞ്ഞ് ഒരു സ്വൈര്യവും തരാതെ എന്നെ തീച്ചിച്ചു കൊണ്ടിരിക്കും. അത് പറയുമ്പോൾ കല്ലുവിൻ്റെ മുഖത്തെ നാണം കലർന്ന ചിരി കണ്ട് സുറുമിയുടെ ഉള്ളിലൊരു കൊളുത്തിവലി ഉണ്ടായി. വേറൊന്നുമല്ല, ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ ആ ഒരുവനെ ഓർമ്മ വരും. ഇതുപോലെയൊക്കെ സ്നേഹിക്കപ്പെടാൻ ആ പാവം പെണ്ണിൻ്റെ മനസ്സും കൊതിച്ചു പോവും. അവൾ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. ഗർഭിണിയാണെന്ന് വെച്ച് ഒരു പരിഗണനയും ആനുമ്മ അവൾക്ക് കൊടുത്തിട്ടില്ല. 7-ാം മാസത്തിൽ സ്വന്തം വീട്ടിലേക്ക് പോരും വരെ അവിടെയൊക്കെ വിഴുപ്പലയ്ക്കയും വീടുമിനിക്കയും വെച്ചുകുളമ്പയൊക്കെ ദിവസം തള്ളി നീക്കുന്നതിനിടയ്ക്ക് വല്ലപ്പോഴും തന്നെ തേടി വരുന്ന തൻ്റെ ഇണയുടെ ശബ്ദം മാത്രമായിരുന്നു അവൾക്ക് ആശ്വാസം. വെറുതെ പറയുന്നതാട്ടോ ഇത്ത. ഓരോന്നിനും പൂതിയാണെന്ന് പറഞ്ഞ് ഈ പെണ്ണ് എപ്പോഴും നമ്മുടെ വല്ലിക്കാരെ ചെവി തിന്നുകൊണ്ടിരിക്കും. എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവനും നമ്മുടെ പാവം മിക്കാൻ്റെ തലയിലേക്ക് ഇടുന്നത് കണ്ടില്ലേ? തുമ്പി കല്ലുവിൻ്റെ കവിളിലൊന്ന് വിരൽ കൊണ്ടുകുത്തി. അമ്പടി, അനി ഇത്താത്തയെ കണ്ടപ്പോൾ ഞാൻ പുറത്തല്ലേ, അപ്പോൾ നിനക്ക് എന്നെ വേണ്ടാലേ? സാരില്ല, വിരുന്ന് കഴിഞ്ഞാലേ സുറുമി അങ്ങ് പോകും. പിന്നെ നീ എന്നോട് കൂടാനിങ്ങ് വാ. കല്ലു പരിവിച്ചു. ഓ, അപ്പോഴേക്കും കവിള് വീർപ്പിച്ചല്ലോ കള്ളി. നിങ്ങൾ രണ്ടുപേരും എൻ്റെ എത്താത്തമാർ തന്നെയല്ലേ? തുമ്പി അവരുടെ രണ്ടുപേരുടെയും തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ശ്രീജയെയും ശ്രീനുവിനെയും പോലെ ഇവരും നാത്തുമാരാണ്. പഞ്ചസാരയും ഉപ്പും പോലെ രൂപസാമ്യമുണ്ടെങ്കിലും രുചിയിൽ വ്യത്യസ്തരായവർ. ഇവർക്കൊക്കെ തന്നെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷമാണ്. സുറുമിക്ക് മാത്രം ഇതുപോലെ സന്തോഷിക്കാൻ കഴിയുന്നില്ല. അവളുടെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ ഉമിത്തിയിലെന്ന പോലെ നീറി എരിഞ്ഞു കൊണ്ടിരിക്കുന്നു. നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നത്? മതി വിശേഷം തിരിക്കിയത്. സുറുമി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. വിശേഷം തിരിക്കലൊക്കെ ഇനിയും ആവാലോ. അവളൊന്ന് വെറുതെ ഇരുന്നോട്ടെ. നിങ്ങൾ അവൾക്ക് ഒരു സ്വസ്ഥത കൊടുക്ക് പെണ്ണുങ്ങളെ. ഷഹീർ ആ റൂമിനകത്തേക്ക് കയറി വന്നു. അവരുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ അവൻ അവളെ രക്ഷിക്കുകയാണ്. സുറുമി ഇക്കാക്കിയെ നോക്കി നന്ദിയോടൊരു നോട്ടം. ഷഹീർ അവളെ നോക്കി പുഞ്ചിരിയോടെ ഇരു കണ്ണും ചുമ്മി കാണിച്ചു. മുത്തുമോൾ ഇവിടെ വന്നേ. ഉമ്മുമ്മ ഒരു കൂട്ടം ചോദിക്കട്ടെ? ലൈലുമ്മ കുഞ്ഞിനെ നയത്തിൽ പിടിച്ചു നിർത്തി. അവർക്ക് സുറുമിക്ക് സംഭവിച്ചത് എന്താണെന്നറിയണം. പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് വന്നതിൻ്റെ പിന്നിലെ കാരണം അറിയണം.
സാധാരണ വരുന്നത് പോലെയല്ല സുറുമിയും ഷഹീറും ചേർന്ന് എന്തൊക്കെയോ എന്നോട് മറച്ചു പിടിക്കുന്നുണ്ടെന്ന് ലൈലയുടെ മനസ്സ് പറയുന്നുണ്ട്. പിള്ള മനസ്സിൽ കള്ളമെൻ്റെതല്ലേ? കുഞ്ഞിനോട് ചോദിച്ചാൽ കണ്ടതും അറിഞ്ഞതും പറയാതിരിക്കില്ലല്ലോ. എന്താ ഉമ്മുമ്മ? കളിക്കാൻ പോകാനുള്ള തിടുക്കത്തിൽ അവൾ ചോദിച്ചു. ഉമ്മമാൻ്റെ കുട്ടിയെ എന്നോട് സത്യം പറയണം. അവിടുത്തെ ഉമ്മമ്മയുമായി വഴക്കിട്ടിട്ടാണോ മാമൻ്റെ കൂടെ മോളും ഉമ്മച്ചിയും പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അതോ മോളുടെ ഉപ്പ വിളിച്ചപ്പോൾ ഉമ്മയെ വഴക്കുവല്ലെന്ന് പറഞ്ഞോ? ലീല കുഞ്ഞിൻ്റെ കാതോരം രഹസ്യമായി ചോദിച്ചു. പൊടുന്നുടനെ കുഞ്ഞിൻ്റെ മുഖത്തെ പ്രകാശം മങ്ങിയത് അവന് ശ്രദ്ധിച്ചു. അവിടുത്തെ ഉമ്മുമ്മയും മാമിയൊക്കെ ചീത്തയോ ഉമ്മുമ്മ? എപ്പോഴും മുത്തോളയും ഉമ്മയെ ചീത്ത പറയും. എൻ്റെ ഉമ്മയെ കരയിക്കും. ഞങ്ങൾക്ക് പനി പിടിച്ചപ്പോൾ ഒരു മുറിയിൽ പൂത്തിയിട്ടാവും ഉമ്മുമ്മ. തിന്നാനൊന്നും തന്നില്ല. ആനുമ്മയെ പറയുമ്പോൾ ആ കുഞ്ഞു മുഖത്ത് നിറയുന്ന വെറുപ്പ് ലൈല വ്യക്തമായി കണ്ടു. ഇനി മോള് പോയി കളിച്ചോട്ടോ. കുഞ്ഞിൻ്റെ തലയിലെന്ന തലോട് ലൈല ഇത് പറയുമ്പോൾ അവരുടെ മുഖം കടുത്ത് ചുവന്നിരുന്നു. ചാരി വെച്ച വാതിൽ തള്ളി തുറന്ന് ലൈല സുറുമിയുടെ മുറിയിലേക്ക് വന്നു. വസ്ത്രം മാറുകയായിരുന്ന സുറുമി ആരോ കയറി വന്നതറിഞ്ഞ് പരിഭ്രമിച്ചു പോയി. ഉമ്മയാണെന്ന് കണ്ടതും അവൾ ആശ്വാസത്തോടെ വേഗം മാക്സി തലവഴി കമഴ്ത്തി. ഒറ്റ നോട്ടത്തിലെ ലൈലയുടെ ചങ്കൊന്ന് പിടച്ചിരുന്നു. മകൾ ധരിച്ച് പിഞ്ചിക്കേറിയ അടിവസ്ത്രം കണ്ട് ആ ഉമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു നോവ് നിറഞ്ഞു വന്നു. സുറുമി വസ്ത്രം മാറി തലയിലൂടെ ഒരു തട്ടം എടുത്തിട്ട് ഉമ്മയുടെ അടുത്തേക്ക് വന്നു. ഉമ്മയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ സുറുമിക്ക് മനസ്സിലായി അത് തന്നെ ചോദ്യം ചെയ്യാനുള്ള വരവാണെന്ന്. അവളൊരു മങ്ങിയ ചിരി അവർക്ക് സമ്മാനിച്ചു. സുറുമി, നിന്നെയൊക്കെ പ്രസവിച്ച ഉമ്മയാണ് ഞാൻ. നിങ്ങളുടെ ചെറിയ മാറ്റങ്ങൾ പോലും ഉമ്മാക്ക് അറിയാൻ കഴിയും. സത്യം എന്താണെങ്കിലും ഉമ്മയോട് പറ. മാഹിറിൻ്റെ ഉമ്മ ഇറക്കി വിട്ടതാണോ നിന്നെ? ലൈല ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. താൻ ഇനി എന്ത് പറഞ്ഞാലും സത്യം പറയാതെ ഉമ്മ തന്നെ വിടാൻ പോകുന്നില്ലെന്ന് മനസ്സിലായ സുറുമി ഉമ്മയെ നോക്കി. ഇറക്കി വിട്ടതല്ല, അവിടുത്തെ എൻ്റെ അവസ്ഥ കണ്ട് ഇക്കാക്ക എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. സുറുമിയുടെ ശബ്ദം പതിഞ്ഞു. ഇക്കാക്കയുടെ കൂടെ ഇറങ്ങാൻ നേരം നീ മാഹിറിനോട് ചോദിച്ചോ? നീ ഇല്ല. മാഹിക്ക വല്ലപ്പോഴും മാത്രമേ വിളിക്കാറുള്ളൂ. ഇനി വിളിക്കുമ്പോൾ പറയണം മാഹിക്ക നാട്ടിൽ വന്നിട്ട് ഞാനിനി അങ്ങോട്ട് പോകുമെന്ന്. അത് ശരി, നിന്നെ വിളിച്ച് നിൻ്റെയും കുഞ്ഞിൻ്റെയും വിവരം അന്വേഷിക്കാൻ പോലും സമയമില്ലാത്ത തിരക്ക് പിടിച്ച ജോലിയാണല്ലോ അവനെ. എന്നിട്ട് എവിടെയാണ് അവൻ ആ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നത്? ലൈലയ്ക്ക് കോപം ഇരച്ചു വന്നു. ഉമ്മ, മാഹിക്ക പാവാണ്, എന്നോട് സ്നേഹമൊക്കെയുണ്ട്. അവനെ പറഞ്ഞാൽ സുറുമിയുടെ കരള് പിടഞ്ഞു. ഉണ്ടുണ്ട്, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട നീ. അവൻ്റെ കെട്ടിയോളുടെ അടിപ്പാവടയുടെ കോലം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ നിന്നെയും കുഞ്ഞിനെയും നന്നായി നോക്കുന്നുണ്ടെന്ന്. ഉമ്മയുടെ മുമ്പിൽ വല്ലായ്മയോടെ ആ പെണ്ണിൻ്റെ മുഖം കുനിഞ്ഞുപോയി. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ ശിരസ് കുനിച്ചു നിൽക്കുന്ന തൻ്റെ മകളെ കാണെ ലൈലയുടെ ദേഷ്യം ഇരട്ടിയായി. മാഹിറങ്ങ് വരട്ടെ, എനിക്ക് അവനോട് നേരിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനുശേഷം തീരുമാനിക്കാം ഇനി അവൻ്റെ കൂടെ നിന്നെ വിടണോ വേണ്ടയോ എന്ന്. ലൈല പറഞ്ഞ വാക്കുകൾ നടുക്കത്തോടെയാണ് സുറുമി കേട്ടത്. ഉമ്മ, ഇങ്ങനെ കടുപ്പിച്ചൊന്നും പറയല്ലേ. ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മാഹിക്കക്ക് അറിയില്ല. സുറുമി അവൻ്റെ ഭാഗം വെളുപ്പിച്ചു പറഞ്ഞു. ഞാൻ ചോദിക്കും, മാഹിറിൻ്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കും. അവനെ വിശ്വസിച്ചാ ഞങ്ങൾ നിൻ്റെ കൈ പിടിച്ചു കൊടുത്തത്. വെറും 3 മാസം മാത്രം കൂടെ നിന്ന് നിന്നെ അവിടെ ഇട്ട് പറന്നു പോയ അവനറിയണമല്ലോ അവൻ്റെ പെണ്ണ് അവൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് ജീവിക്കുന്നതെന്ന്. കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ അവൻ പിന്നെ എന്തിനാ ഭർത്താവെന്ന പേരും ചുമന്ന് കൊണ്ട് നടക്കുന്നത്? ലൈല പൊട്ടിത്തെറിക്കുകയാണ്. സുറുമി വാക്കുകൾ പറ്റിയതുപോലെ കട്ടിലേക്ക് ഇരുന്നു. നിറഞ്ഞു വരുന്ന കണ്ണുകൾ ഉമ്മ കാണാതിരിക്കാൻ വേണ്ടി അവൾ തല താഴ്ത്തി പിടിച്ചു. അവളുടെ ഹൃദയത്തിൽ നോവിൻ്റെ തിരകൾ ആർത്തലിച്ചു. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണം, അല്ലെങ്കിൽ സങ്കടം തിക്കി തൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. താൻ മരിച്ചു പോവും. മാഹിർ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ സ്വരമെങ്കിലും ഒന്ന് കേട്ടാൽ മതി അവൾക്ക്. അവളുടെ സങ്കടങ്ങൾക്കുള്ള മരുന്നാണല്ലോ അവൻ്റെ ശബ്ദം. സുറുമി ഫോൺ കയ്യിലെടുത്തു. എത്ര നേരം അവനെ നോക്കിയിരുന്നു. അവൻ്റെ ആ ചിരിക്കുന്ന ഫോട്ടോ പോലും തന്നെ ദേഷ്യത്തോടെ തെറിച്ചു നോക്കും പോലെ അവൾക്ക് തോന്നി. അന്ന് അവൻ വെറുപ്പോടെ പറഞ്ഞ വാക്കുകൾ ചെവിക്ക് ചുറ്റും വട്ടം കറങ്ങി. എന്നെ വെറുക്കല്ലേ മാഹിക്ക. അവളുടെ അതരങ്ങൾ അവനോടെന്ന പോലെ വിതുമ്പി. തലക്കകത്ത് കടുതൽ കൂട്ടം ഇളകി പറക്കും പോലെ. പെട്ടെന്ന് സുറുമയ്ക്ക് ജിന്നിനെ ഓർമ്മ വന്നു. അയാളോടൊന്ന് സംസാരിച്ചാലോ? തൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് പങ്കുവെച്ചാൽ നെഞ്ചിൽ കല്ല് പോലെ കനത്ത ഭാരം അല്പമെങ്കിലും കുറഞ്ഞാലോ? ഹായ് ജിന്നെ, നിങ്ങൾ എവിടെയുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ മെസ്സേജിന് ഒരു മറുപടി തരുമോ? മെസ്സേജ് അയച്ചതിന് ശേഷം തനിക്ക് ഭ്രാന്തി പിടിച്ചതാണോ എന്ന് വരെ സംശയിച്ചു പോയി അവൾ.
മനസ്സ് തുറക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ടായിട്ടും അവരോടൊന്നും മിണ്ടാതെ ഏതോ ഒരു അന്യനായ പുരുഷനോട് മാത്രം ഹൃദയം തുറന്നു കാട്ടാൻ മാത്രം ബുദ്ധിയുള്ളൂ സുറുമയെന്ന് എനിക്ക് അവൾ സ്വയം ചോദിച്ചു. അതിന് അയാൾ സുറുമയ്ക്ക് പുരുഷനല്ലല്ലോ, മനുഷ്യനായൊരു സുഹൃത്ത്. അത്രേ അവൾ കരുതിയിട്ടുള്ളൂ. തൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ അയാൾക്ക് കഴിയുമെന്ന് തോന്നിയതുകൊണ്ടാണ് സുറുമി അങ്ങനെയൊരു മെസ്സേജ് അയച്ചത്. മാഹിർ അപ്പോൾ ആഷിഖിൻ്റെ കൂടെ യാത്രയിലായിരുന്നു. നാളെ അവൻ പോലീസിനെ പിടികൊടുക്കാൻ പോവുകയാണ്. രേഖകളുടെ കാലാവധി കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ പിടിച്ചു നിന്നതിന് പിന്നെയുള്ള കാര്യങ്ങൾ അഹമ്മദ് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ മകളുടെ ദുഷ്ട സ്വഭാവം കാരണം ആ യുവാവിനെ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നൽകാൻ കഴിയില്ലെങ്കിലും അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അയാളും ഉറപ്പിച്ചതായിരുന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഒരിറ്റു കണ്ണുനീർ മതിയല്ലോ തന്നെയും തൻ്റെ സാമ്രാജ്യത്തെയും ചുട്ടുവെണ്ണീറാക്കാൻ. വെച്ചു നീട്ടിയ പണവും പതിയും അവൻ നിരസിച്ചെങ്കിലും അവന് വേണ്ടി തന്നെക്കൊണ്ട് ആവും പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. മെസ്സേജ് നോട്ടിഫിക്കേഷൻ കേട്ടതും മാഹിർ ഓർമ്മകളിൽ നിന്ന് നെട്ടിയുണർന്ന് കണ്ണു തുടച്ചു. തൻ്റെ പ്രിയപ്പെട്ടവളാണ് മെസ്സേജ് അയച്ചതെന്ന് കണ്ടതും അവൻ്റെ വിരലുകൾക്ക് വേഗത കൂടി. എന്തിനാവും അവളിപ്പോൾ ഇങ്ങനെയൊരു മെസ്സേജ് അയച്ചത്? മാഹിറിൻ്റെ ചിന്തകൾ പല വഴി പാഞ്ഞു. എന്താടോ, സുഖല്ലേ തനിക്ക്? ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ കഥയും മെസ്സേജും ഒന്നും ഇല്ലാതിരുന്നത്. തൻ്റെ വിശേഷം പറയടോ. തൻ്റെ പ്രിയപ്പെട്ടവളോട് മിണ്ടാൻ അവനെ മറ അത്യാവശ്യമായിരുന്നു. അവൻ അവളുടെ വിശേഷം അറിയാൻ കാത്തിരുന്നു. പരമ സുഖമായിരിക്കുന്നു. പുഞ്ചിരിക്കുന്ന ഒരു ഇമോജിയോടൊപ്പം അവളയച്ച മെസ്സേജ് വായിച്ചപ്പോൾ മാഹിറിൻ്റെ മനസ്സിലൊരു വിങ്ങലുണ്ടായി. അവളുടെ ആ പുഞ്ചിരിക്ക് 1000 അർത്ഥങ്ങളുണ്ടെന്ന് അവന് തോന്നി. എന്താടോ, പുഞ്ചിരിക്ക് അത്ര ഉഷാർ പോരല്ലോ. എന്താ തൻ്റെ പുതിയ പ്രശ്നം? അവന് അവളുടെ പ്രശ്നങ്ങൾ അറിയാതെ വയ്യെന്നായി. അവളെയൊന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും അവനിപ്പോൾ കഴിയുന്നില്ലല്ലോ. അത്രമേൽ കുറ്റബോധം മനസ്സിനെ ഞെരുക്കുകയാണ്. അവളോട് മിണ്ടിയാൽ ചിലപ്പോൾ തൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ച ആ നശിച്ച രാത്രിയിലെ രഹസ്യം പുറത്തു വന്നു പോവും. അത് സുറുമ അറിഞ്ഞാൽ അവളുടെ വെറുപ്പ് മാഹിറിന് സഹിക്കാൻ പറ്റുമോ? സുറുമയും അത് തന്നെയായിരുന്നല്ലോ ആഗ്രഹിച്ചത്. അവളെ കേൾക്കാൻ ഒരാൾ, അവളുടെ ദുഃഖങ്ങൾ കേട്ട് ആശ്വസിപ്പിക്കാൻ ഒരാൾ. എന്തില്ലാതെയും ഒരു പെണ്ണ് പിടിച്ചു നിൽക്കും. പക്ഷേ അവളെ വല്ലാതെ വിഷമിച്ച് സങ്കടം ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ തിക്കുമുട്ടി നിൽക്കുന്ന സമയത്ത് അവളെ കേൾക്കാൻ ഒരാളില്ലെങ്കിൽ ചിലപ്പോൾ അവളുടെ നില തന്നെ തെറ്റിപ്പോവും. ജീവിതം വല്ലാതെ വരണ്ടു പോവും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇനിയും ഭർത്താവിൻ്റെ വീട്ടിൽ പിടിച്ചു നോക്കി നിന്നാലേ അദ്ദേഹം വരുമ്പോഴേക്കും എനിക്ക് പലതും നഷ്ടമാവും. അതാ ഞാൻ എൻ്റെ ഇക്കാക്ക് വിളിച്ചപ്പോൾ കൂടെ പോന്നത്. പ്രിയപ്പെട്ടവളുടെ വിരൽ തുമ്പിലൂടെ ഒഴുകി വരുന്ന വാക്കുകൾ വായിച്ച് മാഹിർ അമ്പരന്നു. സുറുമി അവളുടെ വീട്ടിലേക്ക് പോയെന്നോ? എന്തേ ഇത്ര പെട്ടെന്ന് പോവാൻ? അതും എന്നോട് പറയാതെ. ഞാനെന്നെ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചത് കൊണ്ടാവുമോ? അതിൽ പിന്നെ അവളെന്നെ വിളിക്കാത്തത് കൊണ്ടാവുമോ? മാഹിറിൻ്റെ ഉള്ളിൽ 1000 ദേഷ്യങ്ങൾ പുകഞ്ഞു. തുറന്നു ചോദിക്കാൻ തരമില്ലല്ലോ. താനിപ്പോൾ അവളുടെ മാഹിക്കയല്ലല്ലോ, ജിന്നല്ലേ. പലരും നഷ്ടമാവുമെന്ന് പറയുമ്പോൾ എന്താ താൻ ഉദ്ദേശിച്ചത്? എനിക്ക് വ്യക്തമായില്ല. മാഹിർ എത്ര പെട്ടെന്നാണ് അക്ഷരങ്ങളെ പെറുക്കിയെടുത്ത് ചോദിച്ചത്. അതെങ്ങനെ മറ്റൊരാളോട് തുറന്നു പറയാൻ പറ്റുമോ? സുറുമി ഒരു നിമിഷം ചിന്തയിൽ പെട്ടുകയറി. പറയണം, ഒരാളോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്നെ ഒരു സഹോദരിയായി കാണേണ്ടവനായ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ പ്രവാസിയായ അനിയൻ്റെ ഭാര്യയുടെ ശരീരം മോഹിച്ച് പിറകെ നടന്ന് ശല്യം ചെയ്യുമ്പോൾ, തക്കം കിട്ടിയാൽ അവളെ കയറി പിടിക്കുമ്പോൾ ഒരു പെണ്ണിന് എത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും? സുറുമി ചോദിച്ചു പോയി. നടുക്കത്തോടെ മാഹിറിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. മുരവിപ്പോടെ അവളയച്ച മെസ്സേജിലേക്ക് നോക്കി 2 നിമിഷം അവനിരുന്നു. വീണ്ടും വീണ്ടും അത് വായിച്ചു നോക്കി. അത് തന്നെയാണ് അവൾ പറഞ്ഞത്. അവൻ തണുത്തുറഞ്ഞു പോയി. ആരാവും തൻ്റെ സഹോദരിമാരിൽ ഇത്രയും ക്രൂര മനസ്സുള്ളവൻ? തൻ്റെ പെണ്ണിനെ കയറി പിടിക്കാൻ മാത്രം തരം താഴ്ന്നു പോയവൻ? സക്കീർക്കയോ അത് മുസാഫിറക്കയോ? അവരിൽ ആരായാലും അവർക്കെങ്ങനെ അതിന് കഴിഞ്ഞു? മാഹിറിൻ്റെ ഉള്ളിൽ കോപം തിളച്ചു പൊന്തി. അതിലേറെ സങ്കടവും. എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും അവരെയൊക്കെ ഏൽപ്പിച്ചല്ലേ ഞാൻ അവർക്കൊക്കെ വേണ്ടി കടൽ കടന്നത്? ചോദിക്കുന്നതെന്നും എൻ്റെ കഷ്ടപ്പാട് പോലും വകവയ്ക്കാതെ ഞാനവർക്ക് നേടിക്കൊടുത്തിട്ടില്ലേ? ഉള്ളതുകൊണ്ട് ഞാനവരെയൊക്കെ ഇത്രയും നാൾ നന്നായി ഊട്ടിയല്ലേ? എന്നിട്ടും അവർക്കൊക്കെ എങ്ങനെ എന്നോട് ചതി കാണിക്കാൻ കഴിയുന്നു? മാഹിറിൻ്റെ ഹൃദയം നുറങ്ങി. ഏയ്, നിങ്ങൾ പോയോ? ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൂടി വെറുപ്പിച്ചോ? അവൻ്റെ മൗനം കണ്ട് സുറുമിക്ക് വല്ലാതെയായി. ഇല്ലടോ, തൻ്റെ കഥ കേട്ട് ഞാൻ ഷോക്കായിപ്പോയി. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? താൻ പറ, ഇക്കാര്യം മറ്റാർക്കെങ്കിലും അറിയോ? ഞാൻ ഇക്കാര്യം എൻ്റെ മാഹിക്കയോട് പോലും പറഞ്ഞിട്ടില്ല.
ആളുടെ സഹോദരൻ തൻ്റെ പുറകെ നടന്ന് അവിഹിതത്തിന് നിർബന്ധിക്കുകയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് എങ്ങനെ പറയും? പറഞ്ഞാൽ തന്നെ അദ്ദേഹം തന്നെ വിശ്വസിക്കുമോ? പക്ഷേ ആ വീട്ടിലെ ഒരാൾക്ക് സത്യങ്ങളൊക്കെ അറിയാം. മാഹിക്കയുടെ ഉമ്മ കണ്ണുകൊണ്ട് കണ്ടതാ അയാൾ രാത്രി എൻ്റെ കതകിൽ മുട്ടുന്നതും പുറത്തേക്ക് വന്ന എന്നോട് കൂടെ കിടക്കാൻ ആവശ്യപ്പെടുന്നതും കിടന്നു കൊടുത്തില്ലെങ്കിൽ അയാൾ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുന്നതും കൂടെ കിടന്നാൽ എനിക്ക് നേടിത്തരാൻ പോകുന്ന നേട്ടങ്ങൾ നിരത്തുന്നതും എല്ലാം ആ സ്ത്രീ കേട്ടിട്ടുണ്ട്. എന്നിട്ടും അവന് സ്വന്തം മകനെ വെളുപ്പിച്ച് കുറ്റം മുഴുവനും എൻ്റെ തലയിലേക്ക് ഇടാനാണ് ശ്രമിച്ചത്. ഞാൻ എൻ്റെ ശരീരഭംഗി കാണിച്ച് അയാളെ മയക്കിയെടുത്തതാണെന്ന് പറയുന്നു ആ സ്ത്രീ. അയാളുടെ ഭാര്യയും ഇക്കാര്യം അറിഞ്ഞു. അവരും പറഞ്ഞത് എന്താണെന്നറിയോ? ഭർത്താവ് കൂടെ ഇല്ലാത്ത ഞാൻ അവരുടെ ദാമ്പത്യ ജീവിതം കണ്ട് അസൂയമൊത്ത് അവരുടെ ഭർത്താവിനെ വശീകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പറഞ്ഞ് ആട്ടിത്തുപ്പുകയാണ് ചെയ്തത്. എൻ്റെ റബ്ബാണ് സത്യം. എൻ്റെ ശരീരം ഞാൻ എൻ്റെ ഭർത്താവിന് മുൻപിലല്ലാതെ പ്രദർശിപ്പിച്ചിട്ടില്ല. അദ്ദേഹം എൻ്റെ കഴുത്തിൽ അണിഞ്ഞ മഹറിൻ്റെ പവിത്രത സുറുമി ഇന്ന് വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അയാൾ വെച്ച് നീട്ടുന്ന സൗഭാഗ്യങ്ങളിൽ ഭ്രമിച്ച് എൻ്റെ ഭർത്താവിനെ ചതിക്കാമായിരുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു കുഞ്ഞു പോലും അത് അറിയില്ലായിരുന്നു. പക്ഷേ സുറുമി അത് ചെയ്തില്ല. എൻ്റെ മനസ്സും ശരീരവും എൻ്റെ പ്രിയപ്പെട്ടവന് മാത്രമുള്ളതാണ്. അതിനെ മറ്റൊരാളുടെ മുൻപിൽ കാഴ്ചവെക്കേണ്ടി വന്നാൽ സുറുമി പിന്നെ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല. അവളുടെ ഹൃദയത്തിൽ നിന്നാണ് അക്ഷരങ്ങൾ ഒഴുകിയത്. മാഹിറത് നനവുള്ള കണ്ണുകളിൽ ഒപ്പിയെടുത്തു. ആ പെണ്ണിൻ്റെ ഓരോ വാക്കുകളും മാഹിറിനെ കൂടുതൽ ഞെട്ടിച്ചു കൊണ്ടിരുന്നു. എന്തെല്ലാം പരീക്ഷണങ്ങൾ സഹിച്ചിട്ടാണ് എനിക്ക് വേണ്ടി എൻ്റെ പെണ്ണ് അവളെ തന്നെ കാത്തു സൂക്ഷിച്ചത്. എന്നിട്ട് ഞാൻ ചെയ്തതോ? അറിയാതെയാണെങ്കിലും അവളെ ചതിച്ചില്ലേ? അവൾക്ക് മാത്രം അവകാശപ്പെട്ട എൻ്റെ സ്നേഹം ബോധമില്ലാതെ ഒരു രാത്രി മറ്റൊരുത്തിക്ക് പകർന്നു കൊടുത്തില്ലേ? മാഹിറിൻ്റെ ഹൃദയം വേദനിച്ചു, നീറി വേദനിച്ചു. സുറുമി, മാപ്പ്. നിന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവനായി പോയല്ലോ പെണ്ണെ ഞാൻ. അവൻ കാറിലാണെന്നും കൂടെ ആഷിക്കുണ്ടെന്നും ഓർക്കാതെ പൊട്ടി കരഞ്ഞു. ആഷിഖ് അവനെ ആദിയോടെ നോക്കി. എന്താടാ, എന്താ നിനക്ക്? കരയേണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നല്ലത് മാത്രം ചിന്തിക്ക്. ആഷിഖ് ഡ്രൈവ് ചെയ്യുന്നതിടയിലും അവനെ ആശ്വാസം പകർന്നു. ഞാൻ എൻ്റെ സുറുമയെ ചതിച്ചില്ലടാ. ഇനി ഞാൻ എങ്ങനെ അവളെ മുമ്പിൽ ചെന്ന് നിൽക്കും? ഒരു 100 പ്രാവശ്യം അവൻ ആഷിഖിനോട് ചോദിച്ച ചോദ്യം അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. ദേ തുടങ്ങി. ഇതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യമില്ലേ മാഹി? നിന്റെ തലക്കകത്തെന്താടോ, കളിമണ്ണാണോ? പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഇനിയെങ്കിലും നീ അതൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളയേ. ആ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? ആഷിഖ് അവനെ നോക്കി കണ്ണുരുട്ടി. അവളൊരു പാവാണ് ആഷി. എനിക്ക് വേണ്ടി അവൾ എല്ലാം സഹിച്ച് കാത്തിരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ. അവൾ അവളുടെ ജീവിതം തന്നെ എനിക്ക് കടമായി തന്നത്. എന്നിട്ടും ഞാനല്ലടാ അവൾക്ക് കൊടുത്ത വാക്ക് വലിച്ചു കീറി കളഞ്ഞത്. അവളിപ്പോഴും എനിക്ക് തന്ന വാക്ക് മുറുകെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാനാണ് ദുഷ്ടൻ. മാഹിർ ഓരോന്നും എണ്ണിപ്പിറക്കി പറഞ്ഞ് മുടിയിൽ വിരൽ കോർത്ത് വലിച്ചു. ഒരു വിധത്തിൽ അവനെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തുകയായിരുന്നു ആഷിഖ്. വീണ്ടും അവൻ പഴയതുപോലെ പിച്ചും മേയും പറഞ്ഞ് കരയുന്നത് കേട്ട് അവനെ സമാധാനിപ്പിക്കാൻ കഴിയാതെ ആഷിഖ് കൂടി തളർന്നു. അവനിൽ നിന്നും മറുപടിയൊന്നുമില്ലെങ്കിലും സുറുമി വീണ്ടും ഒരുപാട് മെസ്സേജ് അയച്ചിട്ടു. വീട്ടിൽ എല്ലാവരും കല്യാണത്തിന് പോയ ദിവസം സക്കീർ തന്നെ കയറി പിടിച്ചതും ആദിൽ കണ്ടുവന്നതും ഒടുവിൽ ആനമയും ലബീബയും കുറ്റം മുഴുവനും അവളുടെ തലയിലേക്കിട്ടതും ഇക്കാക്ക് വന്ന് വിളിച്ചപ്പോൾ കൂടെ പോന്നതും എല്ലാം അവൾ തുറന്നെഴുതി. മാഹിർ അവൾക്ക് മറുപടി കൊടുക്കുമ്പോൾ സുറുമി ഓൺലൈനിൽ ഇല്ലായിരുന്നു. നല്ല കാര്യം, എടോ താൻ ചെയ്തത് തന്നെയാണ് ശരി. ഇനി തൻ്റെ ഭർത്താവ് വരും വരെ താൻ തൻ്റെ വീട്ടിൽ നിന്നോളൂ. അവിടെയാകുമ്പോൾ ഇതുപോലെയുള്ളൊരു ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. തന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയ ആ ഭർത്താവ് തന്നെയാണോ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യൻ. താൻ എത്ര മനോഹരമായാണ് അയാളെ സ്നേഹിക്കുന്നത്, അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇണക്കളി തൻ്റെ ചാരത്തേക്ക് പറന്നെത്തും. തന്നെ മനസ്സിലാക്കാൻ തൻ്റെ പ്രിയതമന് കഴിയുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഈ സമയം കടന്നു പോകുമെന്നല്ലേ? തീർച്ചയായും അതിമനോഹരമായ നാളുകൾ തന്നെ കാത്തിരിപ്പുന്നുണ്ടാവും. ഞാനും പ്രാർത്ഥിക്കാം എൻ്റെ സുഹൃത്തിനു വേണ്ടി. അത്രയും എഴുതി അവൻ ആ മെസ്സേജ് അവസാനിപ്പിച്ചു. വന്നല്ലോ വനമാല. ഇത്ര പെട്ടെന്ന് അവിടുത്തെ ജോലി മതിയാക്കിയോ? മാഹിറിനെ പരിഹാസത്തോടെയാണ് റാഫി വരവേട്ടത്. റാഫി വേണ്ട, അവനെ കളിയാക്കരുതെന്ന് എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ? ഒരാളുടെ തളർച്ച കണ്ട് സന്തോഷിക്കുകയാണോ? ആഷിഖ് അവനെ തടഞ്ഞു. അതിന് ഞാൻ എന്തു പറഞ്ഞു? എനിക്കറിയായിരുന്നു
അവൻ അവിടെയൊന്നും മുട്ടാതെ ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. മേലനങ്ങാതെ ഇരുന്ന് തിന്നാൻ ഇവിടെ ഇരുന്നാലല്ലേ പറ്റൂ. പുച്ഛത്തോടെ റാഫി പറഞ്ഞതും സകല നിയന്ത്രണവും വിട്ട് മാഹിർ റാഫീന് നേരെ ചീറെടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.